ബോസ് വോട്ടിംഗ് സ്റ്റാറ്റസുകൾ നോക്കുമ്പോൾ നെവിൻ അല്ലെങ്കിൽ അക്ബർ ഗ്രാൻഡ് ഫിനാലയിൽ കപ്പ് ഉയർത്താൻ സാധ്യതയുണ്ട്, വിജയിക്കാൻ സാധ്യതയുണ്ട്. അത് അൺഒഫീഷ്യലായിട്ടുള്ള വോട്ടിംഗ് സ്റ്റാറ്റസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ആഴ്ച നൂറ ഒഴിച്ച് നെവിനുണ്ട്, സാബുമോൻ, ആദില, അനീഷ്, അനുമോൾ എല്ലാം എവിക്ഷനിലുണ്ട്. അവരുടെ വോട്ടിംഗ് സ്റ്റാറ്റസ് ഞാനിപ്പം പറയാം. അനീഷ് 58,000 വോട്ടുണ്ട്. അനുമോൾ തൊട്ട് പുറകെ തന്നെ 52,000 വോട്ട്. ഷാനവാസിന് 40,000 വോട്ടുകളുണ്ട്. ആദിലക്ക് അതുപോലെ തന്നെ 38,000 വോട്ടുണ്ട്. നെവിനും 34,000വും അക്ബറിനും ഏകദേശം 34,000 വോട്ടാണ്. സാബുമോൻ 33,000 വോട്ട്. ഇതില് അനീഷിനും അനുമോളിനുമാണ് 58ഉം 52ഉം. ഇതിൽ തുല്യമായ വോട്ടുകൾ നെവിൻ 34, അക്ബർ 34. ഇവർ രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു 68,000 വോട്ടുണ്ട്. ഇതിൽ ഒരാൾ പുറത്തു പോവുകയും ഒപ്പം ഒരാൾ ഇപ്പം നെവിൻ പുറത്തു പോയാൽ നെവിൻ്റെ ആളുകളെല്ലാം അക്ബറിന് വോട്ട് ചെയ്താൽ അക്ബർ വിജയിക്കാം. അതുപോലെ അക്ബർ പുറത്തു പോയി കഴിഞ്ഞാൽ ആളുകളെല്ലാം അക്ബറിനെ പിന്തുണച്ച ആളുകളെല്ലാം നെവിൻ വോട്ട് ചെയ്താലും നെവിനും വേണം വിജയിക്കാവുന്ന ഒരു സാധ്യത കിടപ്പുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അക്ബറിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഒരിക്കലും അനീഷിനും അനുമോളിനും വോട്ട് ചെയ്യില്ല. അതുപോലെ നെവിനെ പിന്തുണയ്ക്കുന്നവരും അനീഷിനും അനുമോളിനും ചെയ്യാൻ ചാൻസ് ഇല്ല. ഈ ഒരു സാധ്യതയാണ്. നമുക്ക് ആര് ജയിക്കുമെന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരു ഒരു സാഹചര്യമാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിനുള്ളത്. അനീഷ് ജയിക്കാം, അനുമോൾ ജയിക്കാം, ഷാനവാസ് വരെ വേണം ജയിക്കാം, നൂറയ്ക്ക് ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ എല്ലാവർക്കും ആദില, അക്ബർ, ഇനി സാബുമാൻ പിടിച്ചു കയറി വന്നു കഴിഞ്ഞാൽ അതും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസിന്.